ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കൂടിയാണ്. മുട്ടയും അരക്കപ്പ് അരിപ്പൊടിയും വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിന് മുന്നേ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഏലക്കയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പഞ്ചസാര പൊടിച്ചതിന് പകരമായിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ഒരു വിസ്ക് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് പതപ്പിച്ചെടുക്കുക. പഞ്ചസാര ഇതിൽ അലിയുന്നത് വരെ നല്ല രീതിയിലൊന്ന് ഇതുപോലൊന്ന് വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നല്ല രീതിയിലൊന്ന് പതപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ മുട്ടയും പഞ്ചസാരയും നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മിക്സാക്കിയതിന് ശേഷം വീണ്ടും കുറേശ്ശെ അരിപ്പൊടി ചേർത്തിട്ട് അങ്ങനെ നമുക്കിത് മിക്സാക്കി എടുക്കാം. നല്ല രീതിയിൽ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് പതപ്പിച്ചിട്ട് അരിപ്പൊടിയും മുട്ടയൊക്കെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് വെച്ചിട്ട് തന്നെ ഇതുപോലെ 5 മിനിറ്റ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഇളക്കിയിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ മുഴുവൻ അരിപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 1/2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ 2 മുട്ടയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതായത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടി ഇതിലേക്കൊന്ന് മിക്സാക്കി കൊടുക്കുക. ബേക്കിംഗ് പൗഡറിന് പകരം ബേക്കിംഗ് സോഡ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യൊന്ന് ചൂടായി വന്നാൽ നമുക്ക് അത് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുക. നെയ്യിന് പകരം ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യുക. കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ അത് ചൂടായതിന് ശേഷം ഇതുപോലെ ഒരു തവി എടുത്തിട്ട് നമുക്കിത് ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഒരു മിനിറ്റോളം ഒന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇത് ചുട്ടെടുക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ അടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഒരു മിനിറ്റുള്ളിൽ തന്നെ നമുക്കിത് ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇതാക്കി വെക്കേണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു ഭാഗം ആയി കിട്ടും. അപ്പോൾ ആദ്യത്തേത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ ഇനി രണ്ടാമത്തേത് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ പാനിൽ നെയ്യോ ഓയിലോ ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോളം നെയ്യോ അതല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ ഒഴിച്ചെടുത്തിട്ട് ഇതുപോലെ ചുട്ടെടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ഒരു 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കൊരു സൈഡായി കിട്ടും. എന്നിട്ട് ഇതുപോലെ തിരിച്ചിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവനും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ടയും അരിപ്പൊടിയും വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് കൂടിയാണ് ഇത്. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യുക. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്